പ്രൊമോയിൽ ഇന്ന് അനീഷിനെതിരെ കുറേ പരാതികൾ വന്നിട്ടുണ്ട്. 2 ബോക്സ് നിറയെ പരാതികൾ വന്നിട്ടുണ്ട്. അതുമായിട്ടാണ് ഇന്ന് ലാലേട്ടൻ ചോദ്യം ചെയ്യാൻ വരുന്നത്. ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷിനെ കുറിച്ച് ഒരു കാര്യവും ചോദിക്കാത്തതുകൊണ്ട് പലരും കരുതിയിരിക്കുന്ന അനീഷിനെ അവിടെ ഫേവറിസം കാണിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട് അനീഷിന്. അനീഷ് നല്ലൊരു കണ്ടന്റ് മേക്കറാണ്. ഈ ആഴ്ചയിൽ ബിഗ് ബോസിനകത്ത് ഒരു അനക്കോളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനീഷാണ്. മറഞ്ഞിരിക്കുന്ന പലരെയും പുറത്തോട്ട് കൊണ്ടുവന്നത് അനീഷാണ്. പക്ഷേ അനീഷിനെ കുറിച്ചൊരു പരാതി ആദില നൂറ പറയുന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്നുള്ളത് ലൈവിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ലൈവിൽ ഞാനിരുന്ന് കണ്ടതാണ്. ലൈവിലൊന്നും കാണിച്ചിട്ടില്ല. സംഭവം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതെന്തായാലും ബിഗ് ബോസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ഇന്നെന്തായാലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്തോ ആണെങ്കിലും അനീഷിന് പിന്നെ ഒരു സ്വഭാവമുണ്ട്. അനീഷിന് ആരുടെ കാര്യത്തിലും കയറി ഇടപെടും. പക്ഷേ അനീഷിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് ഇടപെട്ടില്ല, അപ്പോഴേ എന്തെങ്കിലും പറഞ്ഞ് അനീഷ് അവിടുന്ന് തടുത്തു പോകും. അതിനെ കള്ളത്തരം പറയുന്ന സ്വഭാവം, പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞില്ല എന്ന് പറയുന്ന സ്വഭാവം അനീഷിനുണ്ട്. പിന്നെ അതിലെ നൂറ വിഷയം നമുക്ക് എന്തുവാണെന്നറിയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അറിയാൻ വയ്യാത്ത കാര്യത്തിൽ അനീഷ് കയറി ഇടപെടുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിൻ്റെ പേരിൽ അനീഷിന് നല്ലൊരു ലാലേട്ടൻ്റെ ഇന്ന് കിട്ടുന്നുണ്ട്. വിഷയം എന്തുവെന്ന് ഇന്ന് നമുക്ക് കാണാം. അതുമാത്രമല്ല, അനീഷ് നല്ല ഗെയിമറാണ്. പുള്ളിക്കാരൊന്ന് അറിഞ്ഞ് കളിക്കുക. കാരണം ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവം മാറ്റിയിട്ട് ഒരു വീടാകുമ്പോൾ അതിനകത്തുള്ള ആൾക്കാരോട്ട് ഒരു സഹകരണം വേണ്ടി. ഇതൊന്നും പുള്ളിക്കാരൻ ഇഷ്ടമല്ല. എല്ലാവരും ഒരു നികിഷ്ട ജീവികളെ പോലെ കാണുന്നത്. അതിനകത്ത് അഭിലാഷ് പറയുന്നുണ്ട്, നികിഷ്ട ജീവികളെ പോലെയാണ് ഞങ്ങളെ കാണുന്നത്. സത്യമാണ്. പുള്ളിക്കാരൻ്റെ ആ രീതി മാറ്റുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസാണ്. ഇതൊരു അവസരമാണ്. നമ്മുടെ സ്വഭാവത്തെയോ ചിന്തകളോ ഒക്കെ നല്ലതാണെന്നും ചീത്തയാണെന്നും മനസ്സിലാക്കുന്നത് ആണ്. പക്ഷേ അത് മനസ്സിലാക്കി കളിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ.